സുഹൃത്തുക്കളെ, ഞാൻ അനിൽ MD നിങ്ങളെ വീണ്ടും ഹെറിറ്റേജ് സോണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മത്സരപരീക്ഷ എഴുതുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില വിവരങ്ങളാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. സഹകരണ മേഖലയിൽ രാജ്യത്തെ ആദ്യ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം ആസ്ഥാനമാക്കിയത് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ. India's first Constitution Museum was opened at Jindal Global University, Haryana. നിയമസംബന്ധമായ ഏത് വിവരവും നൽകുന്ന AI ലോയർ ഉൾപ്പെടെയുള്ള കാഴ്ചകൾ ഒരുക്കി സുപ്രീം കോർട്ട് ക്യാമ്പസിലെ ജുഡീഷ്യൽ മ്യൂസിയം. India's first Constitution Park is located at Pune in Maharashtra. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വൺ നേഷൻ വൺ ഇലക്ഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശുപാർശകൾ നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചത് മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. പോക്കറ്റ് മാർട്ട് ആപ്പിൻ്റെ സഹായത്തോടെ ഓഫീസുകളിൽ ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്ന ലഞ്ച് ബെൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു കുടുംബശ്രീ. സംസ്ഥാനത്തെ സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളെ തൊഴിൽ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സഹജ എന്ന കോൾ സെൻറ്റർ സംവിധാനം. സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ ഡിജിറ്റലാക്കാൻ കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ് എന്ന പദ്ധതി നടപ്പാക്കുന്നത് കെഫോൺ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും യാചകരുടെയും പുനരധിവാസം ലക്ഷ്യമാക്കി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. The initiative of Telangana government to trace and rescue missing and trafficked children is known as Operation Smile X. ഒഡീഷയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന് ഡാന എന്ന് നാമകരണം ചെയ്തു ഖത്തർ. കരീബിയൻ ദ്വീപുരാഷ്ട്രമായ ബഹാമസ് തീരത്ത് രൂപപ്പെട്ട ചുഴലിക്കാറ്റിന് ഓസ്കർ എന്ന് പേരിട്ടു ഫിജി. തമിഴ്നാട്ടിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന് ഫിൻജാൽ എന്നു പേര് നൽകി സൗദി അറേബ്യ. ഇറാനിലെ റാംസർ നഗരത്തിൽ വെച്ച് 1971 ഒപ്പിട്ട ഉടമ്പടി പ്രകാരം 89 റാംസർ സൈറ്റ്സ് ഉള്ള ഇന്ത്യ ഏഷ്യയിൽ 1-ാം സ്ഥാനവും ലോകത്ത് 3-ാം സ്ഥാനവും സ്വന്തമാക്കി. വയലാർ അവാർഡ് ഒഴുകിയെത്തിയ കാട്ടൂർ കടവിന് കാരണഭൂതനായി അശോകൻ ചെരുവിൽ. ലോകത്തെ ഏറ്റവും വലിയ ചുവർച്ചിത്രമായ സെയ്ദ് ആൻഡ് റഷീദ് മ്യൂറൽ ദുബായിലെ ഹത്തയിൽ അനാച്ഛാദനം ചെയ്തു. ബ്രിക്സ് സമ്മിറ്റ് വാസ് ഹെൽഡ് അറ്റ് കസാൻ ഇൻ റഷ്യ. നൗ ദിസ് ഓർഗനൈസേഷൻ ഈസ് കമ്പോസ്ഡ് ഓഫ് 10 countries. കാറ്റാടി യന്ത്രത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കടുവാ സംരക്ഷണ കേന്ദ്രമായി പെരിയാർ കടുവാ സങ്കേതം. ഇന്ത്യയിൽ ആദ്യമായി നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് എന്ന പദവിയിലെത്തി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഡൽഹി. സമുദ്ര മലിനീകരണം തടയാൻ രൂപകൽപ്പന ചെയ്ത കപ്പൽ സമുദ്രപ്രതാപ് നീറ്റിലിറക്കി ഇന്ത്യ. തടിയിൽ തീർത്ത ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ചു ജാപ്പനീസ് സ്പേസ് ഏജൻസി ജാക്സ. ലോകത്താദ്യമായി പുനരുപയോഗം സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1 വിജയകരമായി വിക്ഷേപിച്ചു ഇന്ത്യ. ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലും ആകാശ സമുദ്ര പരിധികളിലും അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്ന GSAT-20 ലക്ഷ്യത്തിലെത്തിച്ചു ഇസ്രോ. ലോകത്ത് ഏറ്റവും ഉയരത്തിലുള്ളതും ഏഷ്യയിലെ ഏറ്റവും വലിപ്പമുള്ളതുമായ ഹിമാലയൻ ചന്ദ്ര ടെലസ്കോപ്പിന് ഇരിപ്പിടമൊരുക്കി ലഡാക്കിലെ ഹാൻലെ. ഇന്ത്യാസ് റുപ്പേ കാർഡ് സർവീസ് വാസ് ലോഞ്ച്ഡ് ഇൻ മാൽദീവ്സ്. UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP29 വേദിയാക്കിയത് അസർബൈജാനിലെ ബാക്കു. വേവ്സ് OTT is the comprehensive digital platform launched by പ്രസാർ ഭാരതി.
ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ അവതരിപ്പിച്ച അതിവേഗ ചിപ്പാണ് വില്ലോ. 2030 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി കളിക്കളമൊരുക്കുന്ന രാജ്യങ്ങളാണ് സ്പെയിൻ, പോർച്ചുഗൽ ആൻഡ് മൊറോക്കോ. In 2034, its venue is Saudi Arabia. സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവായി ഇന്ത്യയുടെ ദൊമ്മരാജു ഗുകേഷ്. He defeated Chinese Grandmaster Ding Liren. Here is the end of this video. Thank you for watching.